3-4 ദിവസമായിട്ട് കല്യാണം എന്ന് പറഞ്ഞ് രാവിലെ പോകുന്നു രാത്രി വരുന്നതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കഴുകാനായിട്ട്. ഇന്ന് നല്ല പണിയുള്ള ദിവസമാണ്. ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. അത് കൂടാതെ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. സോ ചെറുതായിട്ടൊരു സെലിബ്രേഷൻ നടത്തണം. അവനിന്ന് 3 വയസ്സായി. മാഷാ അല്ലാ. നല്ലോണം നേരം വൈകിട്ടുണ്ടെന്ന് 2:30 ടൈം. പക്ഷെ എൻ്റെ പണിയൊന്നും കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. 3 ദിവസമായിട്ട് വീട്ടിൽ വെക്കലും തിന്നലും ക്ലീനിങ്ങും പരിപാടിയും ഒന്നുമില്ല. ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി വരുന്നു, പിന്നെ പുതിയ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, പോകുന്നു. ഇത്രയും ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ പണി ഇന്നൊരു ദിവസം കൊണ്ട് ഫുള്ള് തീർക്കണം. എന്നാൽ പിന്നെ നാളെ അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലല്ലോ, ഒന്ന് ഫുള്ള് കഴിക്കണം എന്നാണ്. ആകുമ്പോഴത്തേക്ക് ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ കേക്ക് ഈവനിങ് എത്തും. ശേഷം പിന്നെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നൈറ്റ് വരെ പിന്നെ ടൈം പാസിന് വേറെ ഒന്നും വേണ്ട. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഈവനിങ്ങിന് ഇക്കാക്ക വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തത്. പിന്നെ ഉപ്പയും ഉമ്മയും വന്നതിന് ശേഷമാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തത്. ഈസോയിൽ കയറണമെന്ന് വലിയ ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മാനന്തര സ്ക്വയറിലേക്ക് ഉപ്പയും ഉമ്മയും അവനായിട്ട് പോയിട്ടുണ്ട്. നൈറ്റ് ആയപ്പോൾ ഇക്കാക്കൻ്റെ പെങ്ങൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്വിഗ്ഗിയിലൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവനായിട്ട് പോയി മേടിക്കാൻ പറഞ്ഞു. മോനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ സർപ്രൈസ്ഡ് ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ അവന് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. കാരണം അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്കിൽ ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് അവന് ഊതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. സോ ആള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആയില്ല ഓർഡർ ചെയ്താ സ്വിഗ്ഗിയിലല്ലോ, അതിന് അഡ്രസ് മതി. അതിന്റെ ചിക്കാക്കൻ്റെ ബർത്ത്ഡേ തൊടല്ലേ. ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായി. ബർത്ത്ഡേ ഡ്രസ്സും പിന്നെ കേക്കും പിന്നെ ടോയ്സും ഒക്കെ ആയിട്ട് അവന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി. നമുക്ക് അവനൊരു നോർമൽ ഡേ ആയിരുന്നു. പക്ഷെ ഈവനിങ് ടു നൈറ്റ് അവന് നല്ല ബർത്ത്ഡേന്റെ വൈബ് കിട്ടിയിട്ടുണ്ടായി. ഇച്ചിക്കാക്കനെ